ബി.ജെ.പി വിട്ട കർണാടക മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ ബി.ജെ.പിയിലേക്ക് തിരിച്ചെത്തുമെന്ന സൂചന. ഡൽഹിയിലെത്തിയ ഷെട്ടാർ അമിത്ഷായെ കണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ ഏപ്രിലാണ് ഷെട്ടാർ ബി.ജെ.പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയത്. കെ.ബി. ശ്രീധരൻ നൽകും വിവരങ്ങൾ. ശ്രീധരൻ, 8 മാസത്തിന് ശേഷം വീണ്ടും പാർട്ടിയിലേക്ക് ഷെട്ടാർ തിരിച്ചെത്തുമ്പോൾ എന്തെങ്കിലും ഓഫറോ മറ്റോ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടോ? ഡൽഹിയിലെ കൂടിക്കാഴ്ച എങ്ങനെ? ഔദ്യോഗിക അംഗത്വം സ്വീകരിച്ചോ? പ്രതീക്ഷ ബി.വൈ. വിജയേന്ദ്ര കർണാടക ബി.ജെ.പിയുടെ അധ്യക്ഷനായതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ മുതിർന്ന നേതാക്കൾ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച് പുറത്തുപോയ നേതാക്കളെ തിരികെ കൊണ്ടുവരുന്നുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഏതായാലും അതിന്റെ ഒരു അന്തിമ ഫലം എന്ന രീതിയിൽ തന്നെയാണ് ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള ജഗദീഷ് ഷെട്ടാർ ഇപ്പോൾ പാർട്ടിയിലേക്ക് ഘർവാപ്പസി നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഡൽഹിയിലെത്തി അമിത്ഷായെ ഷെട്ടാർ കണ്ടു. അല്പസമയത്തിനകം തന്നെ ജെ.പി. നഡ്ഡയും കാണും. ബി.എസ്. യെദ്യൂരപ്പയോടൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷെട്ടാറിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഹുബള്ളി, ധാർവാഡ് മേഖലകളിൽ ഉള്ള ഏതെങ്കിലും ഒരു സീറ്റ് അദ്ദേഹത്തിന് നൽകും എന്നുള്ള ഒരു സൂചനകളുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഗവർണർ സ്ഥാനം നൽകി അദ്ദേഹത്തെ തൃപ്തനാക്കാൻ ഉള്ള ഒരു സാധ്യത കൂടി ഏതായാലും നിലവിലുണ്ട്. കഴിഞ്ഞ ഏപ്രിലാണ് ഈ ധാർവാഡ് സെൻട്രൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ജഗദീഷ് ഷെട്ടാർ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. തുടർന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും ദയനീയമായി ബി.ജെ.പി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് കോൺഗ്രസ് ഷെട്ടാറിന് MLC സ്ഥാനം നൽകി അദ്ദേഹത്തെ സ്ഥാനം നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹം സജീവമായിരുന്ന ഒരു സ്ഥിതിയല്ല. നിലവിൽ ബി.എസ്. യെദ്യൂരപ്പയുടെ ഇടപെടൽ തന്നെയാണ് ഷെട്ടാറിനെ തിരികെ എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഓഫറുകൾ സംബന്ധിച്ച് ഇനിയും അന്തിമ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഷെട്ടാർ ഘർവാപ്പസി നടത്തി തിരിച്ചെത്തിയിരിക്കുന്നു. ഷെട്ടാറിന്റെ പിന്നാലെ ആരൊക്കെ ഇനി തിരികെ എത്തും എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം.